തിരുവനന്തപുരം നഗരസഭാ ഭരണം തെറിക്കുമെന്നുറപ്പായപ്പോൾ താഴെ വീഴാതിരിക്കാൻ വമ്പൻ ഡീലുമായി ബി.ജെ.പി. പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച UDF വിമതനെ പർച്ചേസ് ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെ തുടർന്ന് പൗണ്ട് കടവിൽ വിമതനായി മത്സരിച്ച കോൺഗ്രസ് മുൻ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായിട്ടുള്ള സുധീഷിനെയാണ് റാഞ്ചാൻ ബി.ജെ.പി. ചാക്കുമായി ഇറങ്ങിയിരിക്കുന്നത്. വമ്പൻ ഓഫറുകൾ സുധീഷിന് കൊടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിലവിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഭരണം താഴെ വീഴുമെന്ന് ഉറപ്പായപ്പോഴാണ് അപകടം മണത്ത ബി.ജെ.പി. രക്ഷാദൌത്യവുമായി UDF വിമതനെ റാഞ്ചാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുധീഷുമായിട്ട് ബി.ജെ.പി. നേതാക്കൾ ചർച്ച നടത്തിയതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ പൗണ്ട് കടവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അർഹതപ്പെട്ട സുധീഷിന് സീറ്റ് കൊടുക്കാതെ ലീഗിന് സീറ്റ് കൈമാറിയപ്പോൾ വിമതനായി മത്സരിച്ച് അവിടെ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയാണ് സുധീഷ്. നേരത്തെ 50 സീറ്റിൽ വിജയിച്ചു കയറിയ ബി.ജെ.പി. പാറ്റൂരിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ചു കയറിയ രാധാകൃഷ്ണനെ ഒപ്പം നിർത്തി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് ഭരണം തുടരുന്ന സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി ഹൈക്കോടതിയിൽ നിന്ന് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കുകയും അതിനോടൊപ്പം വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതനെ കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായി UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ LDF അതിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയും 2 സ്വതന്ത്രന്മാരായിട്ടുള്ള, അതായത് പൗണ്ട് കടവിലെ സുധീഷും ഒപ്പം തന്നെ ബി.ജെ.പിയോടൊപ്പം നിലവിൽ തുടരുന്ന പാറ്റൂർ രാധാകൃഷ്ണന് മേയർ സ്ഥാനമെങ്ങാനും ഓഫർ ചെയ്താൽ ചാടിപ്പോകുന്ന സാഹചര്യമുണ്ടായാൽ ഭരണം താഴെ വീഴുന്ന അവസ്ഥയുണ്ടാകും. അതിനെ തുടർന്നാണ് അപകടനില തരണം ചെയ്യാൻ വേണ്ടി നിലവിൽ സുധീഷിനെ എന്ത് വില കൊടുത്തും ഒപ്പം നിർത്താൻ വേണ്ടി ബി.ജെ.പി. നീക്കം ആരംഭിച്ചത്. വമ്പൻ തുക ഓഫർ കൊടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് സുധീഷിന് ഒരൊറ്റ അവിശ്വാസ പ്രമേയം കൊണ്ട് ലോട്ടറി അടിച്ച അവസ്ഥ. ഒരുപക്ഷെ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ലക്ഷങ്ങൾ മറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്ത് വില കൊടുത്തും ഭരണം നിലനിർത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ബി.ജെ.പി. തുടരുന്ന പശ്ചാത്തലത്തിൽ സുധീഷിനെ ഏതു വിധേനയും ഒപ്പം നിർത്താൻ വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ് ബി.ജെ.പി. അതിന്റെ ഭാഗമായിട്ട് ചാക്കിൽ പണവുമായി സുധീഷിന്റെ പുറകെ ബി.ജെ.പി. നേതാക്കന്മാർ കൂടിയിട്ടുണ്ടെന്നുള്ള സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാക്കൾ തന്നെ സുധീഷുമായിട്ട് ചർച്ച നടത്തി. UDFുമായി ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ സുധീഷിനെ ഏതു വിധേനയും വലവീശി പിടിച്ചു കഴിഞ്ഞാൽ നിലവിൽ വരുന്ന അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയും. ആ നിലയ്ക്ക് പൊടുന്നനെ ഉടലെടുത്ത ഭരണപ്രതിസന്ധി തൽക്കാലത്തേക്ക് തടയിടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി.